പേരൻസിനോടുള്ളയൊക്കെ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഈ തലമുറയോട് ഇപ്പോൾ ഞാനൊക്കെ ജീവിക്കുന്ന ഈ തലമുറയോട് കൂടി തന്നെ കഴിയും. അപ്പോൾ ഞാനൊക്കെ എൻ്റെ പേരൻസിനെ നോക്കുമായിരിക്കും, വയ്യാണ്ട് കിടന്നാലും ഒക്കെ ഓക്കെ. ഈ ഒരു തലമുറയുള്ളൊരു ഇനി വരുന്ന ജനറേഷൻ, അതായത് എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇനിയുള്ളൊരു ജനറേഷൻ വളർന്നു വന്ന്, കാരണം ഇവിടുത്തെ നമ്മൾ മനസ്സിലാകാതെ അവരുടെ കുറ്റമെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും എൻവയറമെൻറ്റും ഒക്കെ മാറിയിരിക്കുകയാണ് ഇല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വയ്യാണ്ടാകുന്ന ഒരു സാഹചര്യം, അതായത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു കിടക്കയിൽ മറ്റൊരാളുടെ സഹായം വേണമെന്ന് പറയുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മുടെ പാഴവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ മേഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞ ഒരു നിയമം ഇവിടെ കൊണ്ടുവരണം. അതായത് നമുക്ക് മരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് വലിയ വേദന ഇല്ലാതെ മരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചാൽ എൻ്റെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുന്നേ ഞാൻ മരിച്ചില്ലെങ്കിൽ ദൈവം തന്ന ജീവൻ ദൈവം തന്നെ എടുക്കും. അങ്ങനെയൊക്കെ അതൊക്കെ ഫിലോസഫി പറയാം. ചുമ്മാ വാക്കുള്ളവരെ കഷ്ടപ്പെടുത്തിട്ട് ദൈവം തന്ന ജീവൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ജനിക്കുന്ന എത്ര കുട്ടികൾക്ക് വയ്യാണ്ടായിട്ട് കിടപ്പിലായിട്ട് ജനിക്കുന്ന കുട്ടികളെ നമ്മൾ എടുത്തു വളർത്തുന്ന കണക്കല്ല. അങ്ങനെയല്ലേ ഇപ്പൊ അംഗവൈകല്യങ്ങളുള്ള കുട്ടികളെ വെറുതെ കൊണ്ടൊന്ന് അനാഥാലയത്തിൽ ഇടുന്നില്ല, അവരാരെങ്കിലും നോക്കുന്നുണ്ടോ? അങ്ങനെ ഇടാൻ പാടില്ല. അതിനല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ആരോഗ്യമായിരിക്കുന്ന അവസ്ഥയിൽ അത് ഇപ്പം നമ്മളെ കുട്ടികളെ നോക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവർ കൊണ്ട് ഇവിടെ ഇടുന്നത്, അവർക്ക് നോക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അത്രയുള്ള സിമ്പിൾ. അത് തന്നെ ഞാനും പറഞ്ഞത്. അല്ല, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഇപ്പോഴും തന്നെ, ഞാൻ പറഞ്ഞത് ഇനിയുള്ള തലമുറയെ കുറിച്ചാണ് പറഞ്ഞത്, ഇപ്പോഴും തന്നെ എന്തുകൊണ്ടാണ് ജനിക്കുന്നുണ്ടെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടിടുന്നത്? നോക്കാൻ വയ്യാത്തോണ്ടല്ലേ സ്വന്തം മക്കളെ പോലും. അപ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു. അത് തന്നെ എൻ്റെ ഉത്തരം. നിങ്ങൾ തന്നെ ഒരു ഉത്തരം പറഞ്ഞു.